കൊറിയ ജപ്പാൻ ടൂറിൻ്റെ 7ാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. കൊറിയയുടെ പ്രധാന നഗരമായ സോൾ നഗരം പിന്നിട്ട് ഞങ്ങളുടെ അടുത്ത യാത്ര കൊറിയയുടെ തന്നെ മറ്റൊരു പ്രധാന നഗരമായ ബുസാനിലേക്കാണ്. കൊറിയയുടെ നഗരക്കാഴ്ചകളെല്ലാം പിന്നിട്ട് ഞങ്ങളുടെ വാഹനം സിയോൾ റെയിൽവേ സ്റ്റേഷനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. വളരെ വൃത്തിയുള്ളതും സുന്ദരവുമായിട്ടുള്ള ഒരു നഗരം. സോൾ നഗരത്തിൻ്റെ ഹൃദയമധ്യഭാഗത്താണ് സോൾ റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് സോൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശം. റെയിൽവേ സ്റ്റേഷൻ്റെ മുൻവശവും ഉൾപ്രദേശവും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയും വൃത്തിയുമുള്ള ഒരു റെയിൽവേ സ്റ്റേഷൻ. നമ്മുടെ നാട്ടിലും ഗതിശക്തി തുടങ്ങിയ പ്രോജക്റ്റുകളിൽ പ്രധാന റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ ഇതുപോലെ ഇൻ്റർനാഷണൽ ലെവലിലാക്കാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കേരളത്തിൽ തന്നെ 16-18 പ്രധാന റെയിൽവേ സ്റ്റേഷനുകളെല്ലാം ഗതിശക്തി തുടങ്ങിയ പദ്ധതികളിൽ ഉൾപ്പെടുത്തി ഇതുപോലുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള റെയിൽവേ സ്റ്റേഷനാക്കി മാറ്റാനുള്ള പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലായത്. നിന്നും പല ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനുകളുടെ സമയവിവരങ്ങൾ അറിയുന്ന ഡിസ്പ്ലേ ബോർഡ് എല്ലാ ഭിത്തിയിലും വളരെ ഭംഗിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. താമസ സൗകര്യങ്ങൾ, ഭക്ഷണശാലകൾ എന്നുവേണ്ട എല്ലാ സൗകര്യവും ഈ റെയിൽവേ സ്റ്റേഷനിലുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. ഇതൊരു മൊബൈൽ ടവറാണ്. നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട മൊബൈൽ ഡാറ്റ ഇതിൽ നിന്ന് ലഭിക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ഡാറ്റ എത്രയാണോ അതിനനുസരിച്ചുള്ള കാശ് ഇതിൽ നിക്ഷേപിച്ചാൽ ഇതിലുള്ള വൈഫൈ ഡിവൈസിൽ അത്രയും ഡാറ്റ ചാർജ് ആവുകയും ആ വൈഫൈ ഡിവൈസ് നമുക്ക് എടുത്തു കൊണ്ടുപോകാവുന്നതുമാണ്. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ ഇതുമാതിരിയുള്ള വൈഫൈ ടവറിൽ നമ്മുടെ ഉപയോഗശേഷം ആ വൈഫൈ ഡിവൈസ് ഇൻസർട്ട് ചെയ്ത് നിക്ഷേപിക്കാവുന്നതുമാണ്. നമ്മളിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് ബുള്ളറ്റ് ട്രെയിനിലാണ്. ഇത് 2 എഞ്ചിൻ ഘടിപ്പിച്ചിട്ടുള്ള ഹൈസ്പീഡ് ബുള്ളറ്റ് ട്രെയിനാണ്. ഒരു ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് 2 ഡയറക്ഷനിലേക്ക് പോകേണ്ടി വരുമ്പോൾ ഈ ട്രെയിൻ വേർപെടുത്തി 2 ട്രെയിനായി 2 ഡയറക്ഷനിൽ യാത്ര ചെയ്യുന്നു. ഞങ്ങളുടെ ബോഗി 9ാം നമ്പർ ബോഗിയാണ്. ഞങ്ങളുടെ സീറ്റ് കണ്ടുപിടിച്ച് ഞങ്ങളതിലിരുന്നു. ഇവിടെ സീറ്റുകളെല്ലാം ട്രെയിൻ ഓടുന്ന അതേ ഡയറക്ഷനിലാണ് വെച്ചിരിക്കുന്നത്. ഈ സീറ്റുകളെല്ലാം തിരിക്കാവുന്ന സീറ്റുകളാണ്. എൻ്റെ സീറ്റിലിരുന്ന് ഞാൻ ജനലിലൂടെ അടുത്ത പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ ഇറങ്ങി ആൾക്കാർ പോകുന്നൊരു കാഴ്ച കണ്ടു. വളരെ അത്ഭുതം തന്നെ. എത്ര ഡിസിപ്ലിൻഡ് ആയിട്ടും സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ആൾക്കാർ നടന്നു പോകുന്നതെന്ന് നോക്കൂ. നമ്മുടെ നാട്ടിലും ഇതുപോലുള്ള ഡിസിപ്ലിൻ വരണമെന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ട്രെയിൻ ഓടിത്തുടങ്ങി സോൾ നഗരം വിട്ട് ബുസാനിലേക്ക്. ഇതൊരു ബുള്ളറ്റ് ട്രെയിൻ ആയത് കാരണം കൊണ്ടും ഇത്രയും സ്പീഡുള്ള കാരണം കൊണ്ടും വളവുകളും തിരിവുകളും കുറവാണ്. എല്ലാം സ്ട്രെയിറ്റ് ആയിട്ടുള്ള ട്രാക്കുകളാണ്. പോകുന്ന വഴിക്ക് അനവധി മലകളുണ്ട്. ഈ മലകളെല്ലാം തുരന്ന് തുരങ്കങ്ങൾ ഉണ്ടാക്കിയാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. സോളിൽ നിന്ന് ബുസാനിലേക്ക് 325 കിലോമീറ്ററാണ്. 325 കിലോമീറ്റർ ദൂരം പിന്നിടാൻ ഞങ്ങൾ എടുത്തത് വെറും 2.5 മണിക്കൂർ മാത്രമാണ്. ഇതിൻ്റെ ഇടയിൽ തന്നെ 4 സ്റ്റോപ്പുകളും ഉണ്ട്. മൊബൈലിലുള്ള GPS സ്പീഡോമീറ്റർ വെച്ച് ഞാൻ ട്രെയിനിൻ്റെ സ്പീഡ് മെഷർ ചെയ്ത് നോക്കി. 330 കിലോമീറ്റർ സ്പീഡിലാണ് ട്രെയിൻ ഓടുന്നത്. ഇതൊരു സ്റ്റേഷനാണ്. ഈ സ്റ്റേഷൻ്റെ പേര് വെസ്റ്റ് എന്നാണ്.
കൊറിയയുടെ ഉൾപ്രദേശത്തു കൂടിയുള്ള യാത്ര. നവീന രീതിയിലുള്ള കൃഷി ചെയ്യുന്ന മെത്തേഡുകളെല്ലാം വഴിയിൽ കാണാൻ പറ്റി. പോളികാർബണേറ്റ് ഉപയോഗിച്ചിട്ടുള്ള മേൽക്കൂരയുള്ള കൃഷിഭൂമികളാണ് പലതും കണ്ടത്. ഇത് മറ്റൊരു റെയിൽവേ സ്റ്റേഷൻ. ഓരോ റെയിൽവേ സ്റ്റേഷനിലും 2-3 മിനിറ്റ് സ്റ്റോപ്പുമുണ്ട്. ചില സ്ഥലങ്ങളിലെല്ലാം ഈ ട്രെയിൻ 200 കിലോമീറ്റർ സ്പീഡ് വരെയാണ് പോയത്. ഏകദേശം 50-ലേറെ ടണലുകൾ കടന്നാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ട്രെയിനിൽ കൊറിയൻ ഭാഷയിലുള്ള അനൗൺസ്മെൻ്റാണ് ഇനി കേൾക്കുന്നത്. 긴 대화가 필요하신 승객분들 또한 객실 밖 통로를 이용해 주시기 바랍니다. 영상이나 음악을 이용할 때에는 반드시 이어폰을 사용해 주시고 이어폰을 사용할 때에도 음량을 줄여 주시기 바랍니다. 함께 여행하는 어린이도 객실 예절을 지킬 수 있도록 보살펴 주시기 바랍니다. 모두가 편안한 여행이 될 수 있도록 승객 여러분의 적극적인 협조와 배려 부탁드립니다. 고맙습니다. നിരവധി കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ് കൊറിയ. ഇത്രയും സ്പീഡിലാണ് പോകുന്നതെങ്കിലും ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ അതൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഈ കാണുന്നതെല്ലാം നവീന രീതിയിലുള്ള കൃഷിയിടങ്ങളാണ്. ട്രാക്കിൻ്റെ സൈഡിലെല്ലാം ചെറി ബ്ലോസം കാണുവാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ബുസാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. ബുസാൻ ഒരു തീരപ്രദേശ നഗരം കൂടിയാണ്. സോൾ റെയിൽവേ സ്റ്റേഷൻ പോലെ ബുസാൻ റെയിൽവേ സ്റ്റേഷനും ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് മാതൃകയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ കോൺകോഴ്സ് എല്ലാം കാണുമ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലാണോ അതോ എയർപോർട്ടിലാണോ എന്ന് സംശയിച്ചു പോകും. അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇവിടെ ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറത്തു കടന്ന് ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ ബസ് നിൽക്കുന്നുണ്ടായിരുന്നു. സമയം രാത്രി 8 മണി. നഗരം മുഴുവൻ ദീപാലങ്കാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വളരെ വൃത്തിയുള്ള വഴികൾ. നമ്മുടെ നാട്ടിലും ഇത്തരം വഴികളെല്ലാം, വൃത്തിയുള്ള വഴികളെല്ലാം വരണമേ എന്ന് ആശിച്ചുപോയി. രാജ്യങ്ങളിലുള്ള നഗരങ്ങളെല്ലാം പകലത്തെക്കാട്ടിലും രാത്രിയാണ് കാണാൻ കൂടുതൽ ഭംഗി. ഞങ്ങൾ ഈ നഗരത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ട് രാത്രി 10 മണി വരെ നഗരത്തിലൂടെ കുറേ ദൂരം നടന്നു. തണുപ്പ് 2 ഡിഗ്രിയോ 3 ഡിഗ്രിയോ മറ്റേ ആയിരുന്നു. എന്നാലും നല്ല സുഖമായിരുന്നു. ഓരോ സ്ട്രീറ്റുകളും വേറിട്ട കാഴ്ചകളാണ്. നോക്കൂ, എന്ത് ഭംഗിയാണ് കാണാൻ. ബുസാനിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. താങ്ക് യു വെരി മച്ച്.